എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മെയ് മാസം 27-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൃത്യമായി പഠിച്ച് നമ്മുടെ PSC പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് മുഴുവനായിട്ടും നേടാനായിട്ട് ശ്രമിക്കണം. അതിനായി എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് മുഴുവനായും കാണാനായി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇറ്റലിയിലെ റോമിൽ വെച്ച് FAO ഡയറക്ടർ ജനറലായ ക്യു ഡോങ്ങുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള തനത് കാർഷിക ഇനം. ഉത്തരം പാലക്കാടൻ ചുവന്ന മട്ടയരി. ഇറ്റലിയിലെ റോമിൽ വെച്ച് FAO ഡയറക്ടർ ജനറലായ ക്യു ഡോങ്ങുവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച കേരളത്തിൽ നിന്നുള്ള തനത് കാർഷിക ഇനമാണ് പാലക്കാടൻ ചുവന്ന മട്ടയരി. ധാരാളം വിഭവങ്ങൾ പ്രധാനമന്ത്രി സമ്മാനിച്ചിരുന്നെങ്കിലും നമ്മൾ പഠിക്കേണ്ടത് കേരളത്തിൽ നിന്നുള്ള തനത് കാർഷിക ഇനമായ പാലക്കാടൻ ചുവന്ന മട്ടയരി. അടുത്ത ചോദ്യം, 2030 മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി മനുഷ്യ ശരീരത്തിൽ ദീർഘകാല ബഹിരാകാശ യാത്രയുണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ചൈന വിക്ഷേപിച്ച 1 വർഷം നീളുന്ന ബഹിരാകാശ ദൗത്യം ഏത്? ഉത്തരം ഷെൻഷോ 23. ഷെൻഷോ 23 എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി മനുഷ്യ ശരീരത്തിൽ ദീർഘകാല ബഹിരാകാശ യാത്രയുണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ചൈന വിക്ഷേപിച്ച 1 വർഷം നീളുന്ന ബഹിരാകാശ ദൗത്യമാണ് ഷെൻഷോ 23. അതായത് 2030 മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനാണ് ചൈന പദ്ധതിയിടുന്നത്. അപ്പോൾ അതിനായി മനുഷ്യ ശരീരത്തിൽ ദീർഘകാലമായി ബഹിരാകാശത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ ചൈന ഇപ്പോൾ വിക്ഷേപിച്ച 1 വർഷം നീളുന്ന ബഹിരാകാശ ദൗത്യമാണ് ഷെൻഷോ 23. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതാനും സെന്റിമീറ്ററുകൾക്കുള്ളിൽ തന്നെ 2 വ്യത്യസ്ത പാളികൾ ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിച്ച ചന്ദ്രയാൻ 3 ഉപകരണം. ഉത്തരം ചാസ്തെ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏതാനും സെന്റിമീറ്ററുകൾക്കുള്ളിൽ തന്നെ 2 വ്യത്യസ്ത പാളികൾ ഉണ്ടെന്ന് കണ്ടെത്താൻ സഹായിച്ച ചന്ദ്രയാൻ 3 ഉപകരണമാണ് ചാസ്തെ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ മിഥേൻ അലർട്ട് ആൻഡ് റെസ്പോൺസ് സിസ്റ്റത്തിന് കീഴിലുള്ള സാറ്റലൈറ്റ് ഡാറ്റ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ 3 മിഥേൻ പുറന്തള്ളുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ, അതായത് ലാൻഡ്ഫിൽ, ഒന്നായി കണ്ടെത്തിയ ഇന്ത്യയിലെ ലാൻഡ്ഫിൽ. ഉത്തരം കഞ്ചുമാർക്ക് ലാൻഡ്ഫിൽ. മുംബൈയിലെ കഞ്ചുമാർക്ക് ലാൻഡ്ഫില്ലാണ് ലോകത്ത് 3 മീഥേൻ പുറന്തള്ളുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നായി കണ്ടെത്തിയത് ഇന്ത്യയിലെ കഞ്ചുമാർക്ക് ലാൻഡ്ഫിലാണ്. ഏറ്റവും വലിയ 3 മീഥേൻ ലാൻഡ്ഫില്ലുകളിൽ ഒന്നായി കണ്ടെത്തിയത് ഇന്ത്യയിലെ ലാൻഡ്ഫിലാണ്, കഞ്ചുമാർക്ക് ലാൻഡ്ഫിൽ. അത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ. അടുത്ത ചോദ്യം, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്ന ആദം സ്മിത്തിന്റെ ഏത് പുസ്തകമാണ് 2026 250 വർഷം പൂർത്തിയാക്കിയത്? ഉത്തരം ദ വെൽത്ത് ഓഫ് നേഷൻസ്. അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. ആരാണ് അത് എഴുതിയിരിക്കുന്നത്? ആദം സ്മിത്ത്. ആ പുസ്തകം 2026 250 വർഷം പൂർത്തിയാക്കുകയാണ്. അടുത്ത ചോദ്യം, 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിക്കുകയും ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ഉത്തരം മാർക്കോ റൂബിയോ. അപ്പോൾ 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാലും മാർക്ക് റൂബിയോ ആണ്. അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുക മാത്രമല്ല, അവിടെ എന്ത് സംഭവിച്ചു? ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് US സ്റ്റേറ്റ് സെക്രട്ടറി? 2026 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മാർക്ക് റൂബിയോ. അടുത്ത ചോദ്യം, മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഭാവങ്ങളും വിശകലനം ചെയ്ത് അവയെ മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന മെഷീൻ ഷോവൽ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം ചൈന. അതായത് മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഭാവങ്ങളും
വിശകലനം ചെയ്ത് അവയെ മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന മെഷീൻ ഷോവൽ എന്ന ഉപകരണം. അപ്പോൾ മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഭാവങ്ങളും മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണമാണ് മെഷീൻ ഷോവൽ. അത് വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. അപ്പോൾ ഇത്രയുമാണ് മെയ് 27-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇത് കൃത്യമായി എല്ലാ ദിവസവും ഫോളോ ചെയ്ത് പഠിക്കാനായി ശ്രമിക്കുക. വളരെ കുറച്ച് സമയമെടുത്താൽ തന്നെ ഓരോ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാനായി സാധിക്കും. അപ്പോൾ പിന്നെ അതൊരു പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് നീക്കി വെക്കേണ്ടി വരില്ല. എന്നാൽ മറ്റുള്ള സബ്ജക്റ്റുകളേക്കാൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. ഡെയിലി അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടും. നമ്മളുടെ പഠിക്കുന്ന സമയം കുറച്ചു മതി, എന്നാൽ ലഭിക്കുന്ന മാർക്ക് കൂടുതൽ. അതാണ് കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക്. പക്ഷേ വെറുതെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് അങ്ങനെ മാർക്ക് നമുക്ക് കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പഠിക്കാനായി ശ്രമിക്കണം. ഇനി 2027 LDC ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇപ്പോൾ മുതൽ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് കേട്ട് പഠിക്കാൻ കൂടി വന്നാൽ ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് കേട്ട് പഠിക്കാനാവും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിൽ ഓർത്തു വയ്ക്കാനായി സാധിക്കും. അതുകൂടാതെ മന്ത്ലി കറണ്ട് അഫയേഴ്സ്, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ വീഡിയോകളിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഓർത്തെടുക്കാനായി സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് വരുന്ന പരീക്ഷകളിൽ ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി പഠിക്കാനായി ശ്രമിക്കുക. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.